മാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനവുമായി ദൈവമക്കളുടെ നിൽപ്പാന്റെയും അവസരം നൽകിയത് ഓർത്ത് കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നദ്ധയിൽ ഇരുപ്പാനും ദൈവത്തിന്റെ വചനം ചിന്തിപ്പാനും അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ പ്രാർത്ഥിപ്പാനും ഒക്കെയും കർത്താവ് നമുക്ക് കൃപ നൽകിയ ദൈവത്തിന്റെ വിശ്വസതയ്ക്കായി കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവസന്നദ്ധയിൽ വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാതപീഠത്തിലായിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ണീരൊഴുക്കിയതിന്റെയും പ്രാർത്ഥിച്ചതിന്റെയും ഉപവസിച്ചതിന്റെയും ബലം, അതിന്റെ ബലവും ധൈര്യവും ശക്തിയുമാണ് ഇന്ന് നമുക്കുള്ളത്. ഇന്ന് നാം ഉപവസിക്കുന്നതിന്റെയും പ്രാർത്ഥിക്കുന്നതിന്റെയും ബലമാണ് നാളെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇന്നലെ കരഞ്ഞതിന്റെയും പ്രാർത്ഥിച്ചതിന്റെയും ദൈവംവാകെ സമയങ്ങൾ ചെലവഴിച്ചതിന്റെയും ദൈവത്തിന്റെ സന്നദ്ധയിൽ ഇരുന്ന് ആത്മീയമായ വർധനവ് പ്രാപിച്ചതിന്റെ ബലം കൊണ്ടാണ് ഇന്ന് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ ഇന്ന് ദൈവസന്നദ്ധയിൽ സമയങ്ങൾ വേർതിരിക്കാനും ദൈവസന്നിധിക്കാനും പ്രാർത്ഥിക്കുവാനും കണ്ണീരൊഴുക്കാനും ഉപസിക്കുവാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ ബലം ഇന്ന് ഒരു അല്പനേരത്തേക്കല്ല, നാളത്തേക്ക് വരും കാലങ്ങളിലേക്ക് നമുക്ക് അതിന്റെ ബലം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ് ഒരു ദൈവത്തിന്റെ ബലനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ദൈവസന്നദ്ധയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന പോലെ ദൈവസന്നദ്ധയിൽ നാം ചെലവഴിക്കുന്ന ഈ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യുന്നതാണ് എന്നുള്ള ഒരുക്കത്തോടും ആഗ്രഹത്തോടും കൂടെ ദൈവസന്നദ്ധയിലായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കാനായിട്ട് കഴിയും. നമുക്ക് ദൈവസന്നദ്ധയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരുന്ന പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന വചനഭാഗങ്ങൾ, ചില ലളിതമായ ചില കാര്യങ്ങൾ, വളരെ പരിചയമുള്ളതായ, വളരെ ഒത്തിരി കേട്ടിട്ടുണ്ടാകാം, ഒത്തിരി പരിചയമുള്ളതായ ഒരു ഭാഗം. അതിൽ നിന്ന് ചില ഭാഗങ്ങൾ നിങ്ങളോട് പങ്കുവയ്പ്പാനാണ് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ദൈവമക്കൾ ദയവായുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നദ്ധയിലായിരിക്കാം. കർത്താവ് നമ്മോട് ഇടപെടുവാനിടയാക്കിയത് 2 കൊരിന്ത്യർ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിന്റെ 13-ാം അധ്യായം, അതിന്റെ 5-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. 2 കൊരിന്ത്യർ 13-ാം അധ്യായം, അതിന്റെ 5-ാമത്തെ വാക്യം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഒരു വാക്കുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങയുടെ തിരുസന്നദ്ധയിൽ ഞങ്ങളെല്ലാവരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവയോടുങ്ങളായി ദൈവസന്നദ്ധയിൽ കർത്താവിന്റെ വാതിൽപ്പടിയിലിരിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും ദൈവസന്നദ്ധയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് എല്ലാവരോടും സംസാരിക്കുവാൻ കഴിയുമല്ലോ. വേഗത്തിൽ പായുന്ന ദൈവത്തിന്റെ വചനം കർത്താവേ, ഭൂമിയിൽ എല്ലായിടത്തും കർത്താവേ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ഭൂമിയിൽ എല്ലായിടത്തും പരിവർത്തിക്കുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കുന്ന മുറികളിൽ കർത്താവേ, ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വലിയ സ്പർശനം ഓരോരുക്കും ഞങ്ങൾക്ക് നൽകണമേ, ശുദ്ധീകരണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനായി ഞങ്ങളെ ശക്തീകരിക്കണം. അതിനായി അടിയനെ കർത്താവിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പുണ്യനാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനോട് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ വായിച്ച വാക്യത്തിൽ നിന്ന് വാക്യം ഇങ്ങനെയാണ്. നിങ്ങൾ പൗലോസ് പറയുന്ന ഒരു വാക്ക്, പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, അല്ലെങ്കിൽ പരീക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളെ ഒന്ന് പരീക്ഷിപ്പീൻ. നിങ്ങൾ ഇരിക്കുന്നത് വിശ്വാസത്തിൽ ആണോ? നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവീൻ. നിങ്ങൾ വിശ്വാസത്തിൽ ആണോ? ഇതാണ് ശബ്ദം. അതിന്റെ അടയാളം വിശ്വാസത്തിലാണോ
വിശ്വാസത്തിലല്ലയോ എന്ന് ശോധന ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് പരീക്ഷിച്ച് നോക്കുമ്പോൾ കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മുമ്പിലും ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമുക്കറിയാൻ കഴിയും നാം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കുവാൻ കുറെ സഹായമാണ്. സ്തോത്രം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളൊന്ന് പരീക്ഷിപ്പീൻ, നിങ്ങളൊന്ന് ശോധന ചെയ്യുവീൻ. നിങ്ങളിരിക്കുന്നത് വിശ്വാസത്തിലാണോ? നിങ്ങളായിരിക്കുന്ന വിശ്വാസത്തിലാണോ? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിലാണ് എന്ന് പറഞ്ഞ് ദൈവം വലിയവനാണ്, ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ദൈവം സകലത്തെ സൃഷ്ടിച്ചു, ദൈവം വൻകാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ദൈവത്തിന് ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസം അല്ല കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതങ്ങനെ സത്യം തന്നെയാണ്. അതങ്ങനെ സത്യമായിരിക്കുമ്പോൾ തന്നെ ഞാൻ പരിശോധിക്കുമ്പോൾ ഞാൻ അറിയേണ്ട കാര്യം, അത്ഭുതങ്ങളുടെ ദൈവം, ഈ സകലത്തെ സൃഷ്ടിച്ച ഈ സകലത്തിന്റെ ഉടയവൻ, അവൻ എന്റെ പിതാവായി, എന്റെ കർത്താവായി, എന്റെ നാഥനായി, എന്റെ ദൈവമായി എന്നോടുകൂടി ഇരിക്കുന്ന എന്റെ ദൈവം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അത്ഭുതങ്ങളുടെ ദൈവം എന്റെ പിതാവാണ്, ഈ അത്ഭുതങ്ങളുടെ ദൈവം എന്റെ അപ്പനാണ്, ഈ അത്ഭുതങ്ങളുടെ ദൈവം എന്റെ ഉള്ളിലുണ്ടെന്നുള്ള വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കർത്താവിന് സ്തോത്രം. ദൈവം വലിയവനാണെന്നുള്ള കാര്യത്തെക്കുറിച്ചും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്നുള്ളതിനെ കുറിച്ചും ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണെന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് വേറെ ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. അതെല്ലാം അങ്ങനെ തന്നെ സത്യം തന്നെയാണ്. പക്ഷേ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നാം ശോധന ചെയ്യേണ്ടത് ഈ അത്ഭുതങ്ങളുടെ ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ദൈവം, എന്നെ നിത്യതവരെയും കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ദൈവം, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ ആ ദൈവം എന്റെ ദൈവമാണെന്ന് അറിയുന്ന ഉറപ്പിനെ കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. താൻ സ്തോത്രം ചെയ്തു. അത്ഭുതങ്ങളുടെ ദൈവം എന്റെ പിതാവാണ്, അത്ഭുതങ്ങളുടെ ദൈവം എന്റെ ഉള്ളിലുണ്ടെന്ന് അറിയുന്ന ആ പരിശോധനയാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് എന്റെ കയ്യിലുണ്ട്, എന്റെ ജീവിതത്തിലുണ്ട്, ഞാൻ അതിലാണ്, ഞാൻ അങ്ങനെ ആയിരിക്കുന്നു. അതിന്റെ തെളിവും കൂടെ പരിശോധനയ്ക്ക് വേണ്ടി അടയാളം കൂടെ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്: നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല, നിങ്ങൾ കൊള്ളാവുന്നവരാണെങ്കിൽ യേശു നിങ്ങളിലുണ്ട്. നിങ്ങൾ കൊള്ളരുതാത്തവരായിട്ടാണ് പോകുന്നതെങ്കിൽ യേശു നിങ്ങളിലില്ല. കർത്താവിന് സ്തോത്രം. അത്രയും തിരിച്ചറിഞ്ഞാൽ മതി. ആ വിഷയത്തിൽ ദൈവത്തോട് ഏകാഗ്രതയുണ്ടെങ്കിൽ, ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ, ദൈവത്തോട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ, അവനെ സേവിക്കുന്നെങ്കിൽ, അവന്റെ വഴികളിലൂടെയും അവന്റെ കൽപ്പനകളിലൂടെയും അവന്റെ ഇഷ്ടപ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിന്റെ അർത്ഥം കൊള്ളാവുന്നവർ ആണെന്നാണ്. കർത്താവിന് സ്തോത്രം. യേശുവിന്റെ നാഥനാണ്, യേശുവിന്റെ ഉള്ളിലുണ്ട്. ദൈവം പ്രതീക്ഷിക്കുന്ന വിശുദ്ധിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ, ദൈവം കൽപ്പിക്കുന്ന പാതയിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കിയാൽ, പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. കൊള്ളാവുന്നവരാണെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കൊള്ളാവുന്നവരെന്ന് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ദൈവം ഉള്ളിലുണ്ട്, ദൈവത്തോട് വ്യക്തിപരമായൊരു ബന്ധമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്, ദൈവത്തെ കാത്തിരിക്കുന്നുണ്ട്, ദൈവത്തിൽ ആമേൻ ശരണപ്പെട്ടിരിക്കുന്നു. ആമേൻ ദൈവഹിതമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട, ദൈവഹിതമായത് മാത്രം എനിക്ക് മതി, ദൈവവഴിയല്ലാത്തതൊന്നും എനിക്ക് വേണ്ട, ദൈവത്തിന്റെ വഴികൾ മാത്രം എനിക്ക് മതിയെന്ന് വ്യക്തിപരമായ ഒരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവനും അവളും അല്ലെങ്കിൽ കൊള്ളരുതാത്തവർ അല്ല, കൊള്ളാവുന്നവരാണ് എന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ കൊള്ളാവുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ യേശുവുണ്ട്. നിങ്ങൾ കൊള്ളരുതാത്തവരാണെങ്കിൽ, പാപത്തിലാണ് നടക്കുന്നെങ്കിൽ, പാപമാണ് ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നെങ്കിൽ നിങ്ങളിലേക്ക് യേശു വരും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പാപത്തിന്റെ വഴികളെ വിട്ട്, അതിന്റെ മാർഗങ്ങളെല്ലാം വിട്ടിട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ മനസ്സ് കാണിക്കുന്നെങ്കിൽ നിങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ കർത്താവ് ഇന്നും തയ്യാറാണ്. കർത്താവ് അത് ചെയ്യുവാൻ ശക്തനാണ്.
കർത്താവ് നമ്മളിലേക്ക് കരുണയോടെ വരുന്നൊരു നല്ല ദൈവമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ വാക്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ വിശ്വാസത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നല്ലൊരു വാക്ക് ഞാൻ ഈ വാക്യത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വിശ്വാസത്തിലാണോ, ഇത്ര വർഷമായി ഇന്ന സഭയിലാണ് അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിലാണ് ഇന്ന കൂട്ടായ്മയിലാണ് എന്നുള്ളതിനെ കുറിച്ചല്ല പറയുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പാരമ്പര്യങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ ഒത്തിരി വിശ്വാസികൾ കാണും. കാലപ്പഴക്കങ്ങൾ നോക്കിയാൽ ഒത്തിരി വിശ്വാസികൾ കാണും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വർഷങ്ങളുടെ കണക്കും കഴിഞ്ഞകാലങ്ങളിൽ ഉണ്ടായ കുറെ അനുഭവങ്ങളെല്ലാം പറയുമ്പോൾ കുറെ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ചല്ല, നിലവിൽ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധവും ദൈവം ഉള്ളിൽ വസിക്കുന്ന അനുഭവവും ആ പരിശുദ്ധാത്മാവിന്റെ നിറവും ബലവും ആ ദൈവിക സാന്നിധ്യവും അല്ലെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഏകാഗ്രമായ ഒരു ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല, നീ തലകുനിക്കേണ്ടി വരികയില്ല. ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അത്രയും ഭാഗം അത് ഞാൻ ആ ഭാഗം അങ്ങ് വിട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തോടുള്ള ബന്ധത്തിലുള്ള ലളിതമായ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് അല്പസമയം പറഞ്ഞിരിക്കുന്നു. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിൽ ഇരിക്കുന്നയാൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസിയായ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരാള് അവൻ യേശുവിനെ കുറിച്ച് അറിയുകയും അത് വിശ്വസിക്കുകയും അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവന്റെ ജീവിതത്തിൽ കർത്താവ് കടന്നു വരും. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കർത്താവിന് സ്തോത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ വിശ്വാസത്തെ കുറിച്ച് ഒരു വാക്ക് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് അതിന്റെ 12-ാം വാക്യം ഇങ്ങനെയാണ്: യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലായിലെ കാനാവിൽ വെച്ച് ചെയ്ത അവന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ച്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലായിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഒരു പ്രത്യേക ഒരു കാര്യം ഉണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിന് സ്തോത്രം. കാനാവിൽ വലിയ സംഭവം നടന്നു, വലിയ അത്ഭുതം നടന്നു. അവിടെ നടന്ന സംഭവങ്ങൾ വളരെ അത്ഭുതകരമായ പല കാര്യങ്ങൾ അവിടെ നടന്നു. ഒന്ന്, കല്യാണ വീട്ടിലെ ഒരു നീറുന്ന പ്രശ്നത്തിന് പരിഹാരം അവിടെ ഉണ്ടായി. കല്യാണ വീട്ടിലെ ആളുകളുടെ നാണക്കേട് ഒരു നിമിഷം കൊണ്ട് മാറിപ്പോയി. കർത്താവ് ചെയ്ത അത്ഭുതം കൊണ്ടുണ്ടായ സംഭവം, കർത്താവ് ഒരു അത്ഭുതം ചെയ്തപ്പോൾ, കർത്താവ് ഒരു വലിയ അടയാളം ചെയ്തപ്പോൾ അവിടെ നടന്നത് ഒന്ന്, വളരെ നിന്ദിക്കപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്ന് നിന്നയിൽ നിന്ന് അത്ഭുതമായിട്ട് അവർ രക്ഷപ്പെട്ടു. പിന്നെ കിണറ്റി കിടന്ന പച്ചവെള്ളം ഒരു നിമിഷം കൊണ്ട് വീഞ്ഞായി മാറി. ആ വീഞ്ഞിന്റെ ആ പച്ചവെള്ളത്തിന്റെ പ്രത്യേകത, ആ പച്ചവെള്ളം വീഞ്ഞായി മാറിയപ്പോൾ അതിന്റെ കളറ് മാറി, അതിന്റെ രുചി മാറി, അതിന്റെ വില മാറി, എല്ലാം പെട്ടെന്ന് മാറി. അതിനുവേണ്ടി ഉപയോഗിച്ച പാത്രങ്ങൾ വീഞ്ഞ് പകരാൻ പറ്റിയ പാത്രമായിരുന്നില്ല. ഒരു യോഗ്യതയും ഇല്ലാത്ത നിലയിൽ എന്ന പോലെ കാണാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. കിണറ്റുകരയിൽ വരുന്നവർക്ക് കാല് കഴുകാൻ വേണ്ടി വെള്ളം നിറച്ചു വെക്കുന്ന കൽഭരണികളായിരുന്നു വീഞ്ഞു പാത്രങ്ങളായി മാറിയത്. നമ്മളിവിടെ കാണാൻ കഴിയും. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. കൽഭരണിക്ക് ചില പ്രത്യേക ഗുണങ്ങളുണ്ടായി. പച്ചവെള്ളത്തിന് അത് വീഞ്ഞായി മാറാൻ കഴിഞ്ഞു. അത് രുചിച്ചു നോക്കിയപ്പോൾ അത് മേൽത്തരം എന്ന് പറയാൻ കഴിഞ്ഞു. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആ വീട്ടുകാരെ നാണക്കേട് പോയി. ഒത്തിരി കാര്യങ്ങൾ അവിടെ നടന്നു. പക്ഷെ അതെല്ലാം ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് ഉണ്ടായുള്ളൂ. എന്ന് പറഞ്ഞാൽ വീഞ്ഞ് അന്ന് എല്ലാവരും കൂടെ കുടിച്ചു തീർന്നു പോയി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീഞ്ഞ് അവസാനിച്ചു. വീഞ്ഞ് പിന്നെയും ഇങ്ങനെ വീഞ്ഞായി ഇരുന്നില്ല. അത് പിന്നെയും വീഞ്ഞായി ആൾക്കാർ കുടിച്ചുകൊണ്ടിരിക്കത്തക്ക രീതിയിൽ തീരാത്ത വീഞ്ഞായിരുന്നില്ല, തീർന്നു പോകുന്ന വീഞ്ഞായിരുന്നു. കൽഭരണി അല്ലെങ്കിൽ വെള്ളം കോരുന്ന കൽപാത്രങ്ങൾ അത് പിന്നെയും വീഞ്ഞു പാത്രമായിരുന്നില്ല. അത് പിന്നെയും കിണറ്റുകരയിലെ കാല് കഴുകുന്ന പാത്രമായി തന്നെ മാറി. വീഞ്ഞു കോരി രുചിച്ചു നോക്കി ആമേൻ പറഞ്ഞ് വീഞ്ഞു വാഴി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും അവിടെ തന്നെ നിൽക്കേണ്ടി വന്നില്ല. പുള്ളി അടുത്ത കാര്യത്തിന് പുള്ളി പോയി. മണവാളനും മണവാട്ടിയും ഒക്കെ അവരവരുടെ വഴികൾക്ക് പോയി.
വീഞ്ഞ് അവിടെ അവസാനിച്ചു. എന്നാൽ അവിടെ അവസാനിക്കാത്തൊരു യാഥാർത്ഥ്യം എന്താണെന്നറിയുമോ? ശിഷ്യന്മാരുടെ വിശ്വാസം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഉണ്ടായ സമ്പാദ്യം, അവിടെ ഉണ്ടായ ലാഭം, അവിടെ ഉണ്ടായ നേട്ടം, ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതിക നന്മകളല്ല വിശ്വാസത്തിന്റെ അടയാളം. സ്തോത്രം ഹല്ലേലൂയ. ഭൗതികമായി എന്തെല്ലാം ഉണ്ട്, ആമേൻ, ഈ ലോകത്തിൽ വീടോ ധനമോ സമ്പത്തോ നന്മകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ല വിശ്വാസത്തിന്റെ അടയാളം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ അറിഞ്ഞു, യേശുവിനെ വിശ്വസിച്ചു, അവനെ അനുഗമിക്കുന്ന ആ പ്രത്യേക ആ ഒരു ബലം ശിഷ്യന്മാർക്കുണ്ടായത് ഇതാണ്. ഞങ്ങൾ ആരെ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ആരെ കണ്ടിരിക്കുന്നു, ആരാണ് ഞങ്ങളുടെ ഗുരു, ആരാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്? വിളിച്ചവൻ വിശ്വസ്തനെന്നും അവൻ വലിയവനെന്നും അവൻ നല്ലവനെന്നും അവൻ മതിയായവനെന്നും മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ചുടമനതനാരികടക ജുഡരബലതിനാരിക വിശ്വാസത്തിലിരിക്കുന്നവരുടെ പ്രത്യേകത സമ്പത്തുണ്ടോ, അല്ലെങ്കിൽ വീടുണ്ടോ, അല്ലെങ്കിൽ ജോലിയുണ്ടോ, അല്ലെങ്കിൽ ശരീരത്തിൽ ആരോഗ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാമൊക്കെ ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല വിശ്വാസത്തിലാണോ എന്ന് പരിശോധിക്കുന്നത്. പിന്നെയോ ഇതൊക്കെ വരാം, പോകാം, ഇതൊക്കെ ഉണ്ടാകാം, ഇല്ലാതാകാം. സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഇല്ലാതിരിക്കുമ്പോഴും കർത്താവിന് നീയോട് സ്തോത്രം ചെയ്യുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഉറപ്പ് ലഭിക്കുന്നു, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ധൈര്യം ലഭിക്കുന്നു, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിശ്ചയം ഉണ്ടാകുന്നു. ഞങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത്, ഞങ്ങളെ ആരെയാണ് സേവിക്കുന്നത്, നിങ്ങൾ ആരുടെ പിന്നാലെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, ആരാണ് ഞങ്ങളുടെ ഗുരു, ആരാണ് ഞങ്ങളുടെ കർത്താവ്? ഇതാണ് സ്തോത്രം ചെയ്യുന്നു. ആ ബലമാണ് വിശ്വാസം, ആ ധൈര്യമാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. മൊത്തം വിശ്വാസം ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വിഷയത്തോടൊക്കെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അറിയേണ്ടവനെ അറിയാൻ കഴിഞ്ഞു, ആശ്രയിക്കുന്നവനെ ആശ്രയിക്കാൻ കഴിഞ്ഞു, പിന്തുടരേണ്ടവനെ തന്നെ പിന്തുടരുവാൻ കഴിഞ്ഞു, അനുഗമിക്കുന്നവനെ തന്നെ അനുഗമിക്കാൻ കഴിഞ്ഞു. അതിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീഞ്ഞ് തീർന്നു പോകും, കൽപ്പരണി മാറിപ്പോകും, വീഞ്ഞ് മാറിപ്പോകും, കല്യാണ വീട് മാറിപ്പോകും, ഇതെല്ലാം മാറിപ്പോയാലും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. ആമേൻ. അപ്പൊ അറിയേണ്ടവനെ അറിയാൻ കഴിഞ്ഞെന്നുള്ളതാണ് വിശ്വാസത്തിന്റെ ഒരു വലിയ പ്രത്യേകത. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തീർന്നു പോകുന്നതെല്ലാം തീർന്നു പോകും. പത്രോസിന്റെ പടകിൽ പിടയ്ക്കുന്ന ആമേൻ ഒരു പടക് മീൻ കയറിയെങ്കിലും ആ മീൻ പിറ്റേ ദിവസം ചീഞ്ഞു നാളിപ്പോകുന്നതാണ്, ഇല്ലാതാകി പോകുന്നതാണ്. എന്നാൽ ആ പടകിൽ വെച്ച് അവൻ കണ്ടെത്തിയ യാഥാർത്ഥ്യം, അവൻ അറിഞ്ഞ സത്യം, തീർന്നു പോകുന്ന മീനെയല്ല അവൻ കണ്ടെത്തിയത്. കർത്താവിന്റെ സ്തോത്രം. ചീഞ്ഞു പോകുന്ന മീനെയല്ല അവൻ കണ്ടെത്തിയത്. അവന്റെ വാക്കിന്റെ ആ ശബ്ദത്തിന് മുമ്പിൽ, ആ കൽപ്പനയുടെ മുമ്പിൽ ജുഡരബല ഘടകത്തിന് ഘടക ഒരു മീൻ പോലും കിട്ടാത്ത എനിക്ക് ഒരു പടക് മീൻ കിട്ടത്തക്ക രീതിയിൽ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന എന്റെ യേശു എന്റെ പിതാവാണ്, എന്റെ ഗുരുവാണ്, എന്റെ നാഥനാണ്, എന്റെ കർത്താവാണ്. അവന്റെ കാൽച്ചുവടുകളാണ് എന്റെ അല്ലെങ്കിൽ അവന്റെ പാതയിലൂടെ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുകയാണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന് തിരഞ്ഞെടുക്കുന്ന ആ ഒരു അനുഭവത്തിനാണ് കൊള്ളാവുന്നവർ എന്ന് പറയുന്നത്. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ കൊള്ളാവുന്നവർ കൊണ്ട് ഇടത്ത് സൈഡ് വെച്ച് പോകുന്നവനെ അല്ല, പിന്നെയോ അതെല്ലാം ദാനമായി തള്ളിക്കളഞ്ഞിട്ട് ദാതാവിങ്കിലേക്ക് നോക്കി ചൂടാമാന വൈദാ രാജന ഘടകദുനിയ ദാനത്തിനു വേണ്ടി രാപകലില്ലാതെ, ദാനത്തിനു വേണ്ടി രാവും പകലും ജീവിതകാലം മുഴുവൻ ഇരുണ്ടും വെളുത്തും ദാനത്തിന്റെ പിന്നാലെ ഓടാതെ അതെല്ലാം തീരുന്നതും തീരാത്തതുമായ ഘടകതനിയ ഇവിടം കൊണ്ട് അവസാനിക്കാതെ നിത്യത വരെയും കൊണ്ടെത്തിക്കുന്ന ആ വലിയവനായ ദൈവത്തെ പിതാവായി, രക്ഷകനായി, ഗുരുവായി, നാഥനായി അവന്റെ കാഴ്ചകളെ പിന്തുടരുന്ന ആ നല്ല അനുഭവത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിലേക്ക് പ്രത്യേകത, ശ്വാസത്തിന്റെ ബലം, കിട്ടിയ നന്മ കാട്ടിക്കൊണ്ട് പറയുകയല്ല. സ്തോത്രം. തന്ന നന്മകളെല്ലാം ഓർക്കുന്നത് നല്ലതാണ്, തന്ന നന്മകളെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതെല്ലാം നല്ലതാണ്, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞു വിചാരിക്കില്ല. എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം തീർന്നു പോകുന്നതാണ്. തീരാത്ത ഒരുവനെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശു യേശുവിനെ കർത്താവിന് സ്തോത്രം പിന്തുടരാൻ കഴിയുന്ന ആ നിലവാരത്തിനാണ് വിശ്വാസം.
ഒരു രോഗശാന്തിക്ക് വേണ്ടിയല്ല, ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയല്ല, അതെല്ലാം ഇതിലൂടെ ഉണ്ട്. ഒരു 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 വഴി തുറന്നു കിട്ടാൻ വേണ്ടിയല്ല, ഒരു ജോലി കിട്ടാൻ വേണ്ടിയല്ല. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം യേശു തരും. ഇതെല്ലാം യേശുവിലൂടെ ലഭിക്കും. എല്ലാ വഴിയും യേശുവിലൂടെ തുറക്കപ്പെടും. ദൈവം വിചാരിച്ചാൽ ഏത് വഴിയും തുറക്കും. ദൈവം വിചാരിച്ചാൽ ഏത് രോഗിയും സൗഖ്യമാകും. ദൈവം വിചാരിച്ചാൽ ഏത് ഭാരവും നീങ്ങിപ്പോകും. യേശു വിചാരിച്ചതിന്റെ ജീവിതത്തിന്റെ ഏത് നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. പക്ഷേ അത് മാത്രം ലക്ഷ്യമിടാതെ വിശ്വാസം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമ്പാദ്യം, ഈ പിതാവ്, ഈ ഗുരു, ഈ യേശു നിന്റെ പിതാവാണെങ്കിൽ, അതാണ് യേശു നിങ്ങളിൽ ഇരിക്കുന്നു എന്നാണ്. അതാണ് സ്തോത്രം. നിങ്ങൾ കൊള്ളാവുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളുടെ ഗുരു, യേശുവിന്റെ കാഴ്ചപ്പാടുകളിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിന്റെ പ്രത്യേകത നിങ്ങൾ കൊള്ളാവുന്നവരാണ്. എന്താണ് സ്തോത്രം ചെയ്യുന്നത്? കൊള്ളാവുന്നവരാണെങ്കിൽ നിങ്ങളിൽ കർത്താവുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗവും ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അടുത്തത് ഒരു വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയൊരാള് വിശ്വസിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു പഴയ ഭാഗം നമുക്കറിയാവുന്ന ഒരു ഭാഗം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 46-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാമത്തെ വാക്യം, 10-ാം അധ്യായം 46-ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. വളരെ പറഞ്ഞുള്ള വാക്യമാണ്, ഒത്തിരി കേട്ടുള്ള വാക്യമാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതില് പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിങ്കിൽ നിന്ന് പുറപ്പെടുമ്പോൾ തീമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. വായിച്ചോ? താഴോട്ട് വായിക്കണോ? നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ട് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വളരെ പരിചയമുള്ള ഭാഗമാണ്. അതിലെ ഒന്നിന്റെ കാര്യം, ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പിശക്കാരനാണ്, ഒരു കുരുടനാണ്. അവന്റെ ഇരിപ്പ് വഴിയരികിലാണ്. അവന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നവന്റെ ജോലി, അവന് യാചകനാണ്, അല്ലെങ്കിൽ പിശക തെണ്ടുന്നയാളാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാല് അവൻ വിശ്വാസിയായി തീർന്ന, അവൻ വിശ്വാസിയാകാൻ, വിശ്വാസത്തിൽ വരാൻ, അല്ലെങ്കിൽ അവന് ലഭിച്ച ഒന്നിന്റെ കാര്യങ്ങൾ, ഒരു ചിന്തകൾ ഞാൻ പറയുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവൻ എങ്ങനെയോ അറിഞ്ഞു, യേശുവിനെ കുറിച്ച് കേട്ടു, യേശുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ അവന്റെ ഉള്ളിലേക്ക് യേശുവിനെ കുറിച്ചുള്ള വിശ്വാസം, യേശുവിനുള്ള വിശ്വാസം അവന്റെ ഉള്ളിൽ വന്നു. പക്ഷെ ആ വിശ്വാസത്തിലേക്ക് അവൻ വിശ്വസിക്കുന്ന കാര്യം അവന്റെ ജീവിതത്തിൽ സാധ്യമായി തീരാനോ, അവന്റെ അന്ധകാരം മാറാനോ, അവന്റെ കണ്ണു തുറന്നു കിട്ടാനോ, അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാനായിട്ട് അവനാരുമില്ല. അവനുള്ള ആഗ്രഹമുണ്ട്, വിശ്വാസമുണ്ട്. അവൻ എന്താ ലഭിച്ചതെന്ന് ചോദിച്ചാൽ അവന്റെ ഹൃദയത്തിൽ യേശുവിനെ അറിയാം, അല്ലെങ്കിൽ അവന് യേശുവിനെ അറിയാൻ കഴിഞ്ഞു, യേശുവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം, യേശുവിനെ കാത്തിരിക്കാനായിട്ട് കഴിഞ്ഞു. എന്താണ് സ്തോത്രം? ഒന്ന്, യേശുവിനെ അറിയുവാൻ കഴിഞ്ഞു. രണ്ട്, യേശുവിനെ വിശ്വസിക്കാനായിട്ട് അവന് കഴിഞ്ഞു. യേശുവിനെ കാത്തിരിക്കാനായിട്ട് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനെ അതിനുവേണ്ടി സഹായിക്കാൻ ആരുമില്ല, അതിനുവേണ്ടി യേശുവിന്റെ അടുക്കൽ അവനെ കൊണ്ടുപോകാൻ ആരുമില്ല. പക്ഷേ അവന്റെ ഗതികേട് പിടിച്ച വഴിയോരത്ത്, തെരുവിൽ, ഗതികേടിൽ, ദാരിദ്ര്യത്തിൽ, ആ ഇരക്കുന്ന ജോലിയിൽ, അന്ധകാരത്തിൽ, ബന്ധനത്തിലൊക്കെയാണ് അവൻ ഇരിക്കുന്നത്. ആ ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് അവന്റെ ഉള്ളം, അവന്റെ ഹൃദയം, അവന്റെ മനസ്സ്, റോഡെ ആളുകൾ പോകുമ്പോൾ പാത്രം കിളിക്കൊണ്ടിരിക്കുന്നവനാണ്. ആൾക്കൂട്ടം പോകുമ്പോൾ പാത്രം കിളിക്കിയാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ യേശുവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമുണ്ടല്ലോ, യേശുവിനെ കുറിച്ച് അവൻ അറിഞ്ഞതിന് ശേഷം അവൻ പാത്രം കിളിക്കൊണ്ട് മാത്രം ഇരിക്കുകയല്ല, റോഡിലൂടെ പോകുന്ന കാൽപെരുമാറ്റം, ആളുകൾ ഒച്ച അല്ലെങ്കിൽ കേൾക്കുമ്പോഴെല്ലാം അതാരായിരിക്കുമോ എന്നുള്ള അന്വേഷണത്തോടെ, അതാരായിരിക്കും,
എനിക്ക് യേശുവിന്റെ അടുത്ത് പോകാനോ യേശുവിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോകാൻ ആരുമില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ ഒരു ദിവസം എന്നെങ്കിലും യേശു എന്റെ ഈ തെരുവിലൂടെ എന്റെ ഈ വഴിയിലൂടെ വരുമെന്നുള്ള ഒരാഗ്രഹത്തോടും ഒരു പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ അവന്റെ ആ ഗതികെട്ട സ്ഥലത്ത്, ആ ദാരിദ്ര്യത്തിന്റെ ഭൂമിയിൽ, ആ തെരുവോരത്ത്, ആ ബന്ധനാവസ്ഥയിൽ, അന്ധകാരം നിറഞ്ഞ സാഹചര്യത്തിൽ, ആ ഇരുൾ നിറഞ്ഞ സാഹചര്യത്തിൽ അവൻ കാത്തിരുന്നു. ഇന്ന് പകലിൽ പറയട്ടെ, വിശ്വാസമുള്ള ദൈവത്തിന്റെ പൈതലേ, യേശുവിനെ നീ അറിഞ്ഞെങ്കിൽ, യേശുവിനെ നീ വിശ്വസിച്ചെങ്കിൽ, യേശുവിനെ നീ സ്നേഹിക്കാൻ ആരംഭിച്ചെങ്കിൽ, നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിലും, ആരാധന സ്വാതന്ത്ര്യമില്ലെങ്കിലും, ഇതാണ് സ്തോത്രം ചെയ്യുന്നു, കൊണ്ടുപോകാൻ ആരുമില്ലെങ്കിലും, വന്നു പഠിപ്പിക്കാൻ ആരുമില്ലെങ്കിലും, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും, നിന്റെ ഉള്ളം നന്നായി ആഗ്രഹിച്ച് നീ അതിനുവേണ്ടി വില കൊടുത്ത് നിന്റെ ആഗ്രഹത്തോടെ നീ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ഒരു സത്യാന്വേഷിയെ പോലെ നിന്റെ ഹൃദയം ഒരു അന്വേഷണ ബുദ്ധിയോടുകൂടെ ഒന്ന് ഒരുക്കി കാത്തിരുന്നാൽ നീ ഇരിക്കുന്നിടത്തേക്ക് നിന്റെ ദൈവം ഇറങ്ങി വരും. സ്വത്രം നീ ഇരിക്കുന്ന മുറിയിൽ അവൻ ഇറങ്ങി വരും. നീ കിടക്കുന്ന കട്ടിലിന്റെ അടുക്കൽ അവൻ ഇറങ്ങി വരും. സ്വത്രം സ്വത്രം സ്വത്രം. നീ കിടക്കുന്നിടത്ത്, നീ ഇരിക്കുന്നിടത്ത്, നീ ആയിരിക്കുന്ന ആ ദ്വീപിൽ, അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന മേഖലകളിൽ എന്റെ കർത്താവ് ഇറങ്ങി വരുവാനിടയായിത്തീരും. ഇവിടെ പറയാൻ കഴിയും, ഇതാണ് നീയോട് സ്തോത്രം ചെയ്യുന്നു. ഈ മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ടും ഈ മനുഷ്യൻ പ്രതീക്ഷയോടുകൂടി ഇരുന്നു. എന്താണ് സ്തോത്രം ചെയ്യുന്നു? കാരണം ആരാണെന്ന് അവൻ ചലിക്കുന്നവനായി മാറി. ഈ റോഡെ പോകുന്ന ആരാണെന്ന് അവൻ അന്വേഷിക്കുന്നവനായി മാറി. അല്ലെങ്കിൽ ആൾക്കാർ പോകുമ്പോൾ പാത്രം കിളിക്കുക മതിയായിരുന്നല്ലോ, യേശുവാണെന്ന് എന്തിനാ അവൻ കേൾക്കാൻ വേണ്ടി ചെയ്തു കൊടുത്തത്? അതിന്റെ അർത്ഥം അവൻ യേശുവിനെ അറിഞ്ഞ നാൾ മുതൽ, യേശുവിനെ കുറിച്ച് കേട്ട നാൾ മുതൽ, അവൻ്റെ ഉള്ളിൽ വിശ്വാസം വന്ന നാൾ മുതൽ അവന്റെ ജീവിതത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഒരു ദിവസം എന്റെ ഈ തെരുവിലൂടെ യേശു വരുമെന്ന് അവൻ വിശ്വസിച്ചു. അവൻ അതിനു വേണ്ടി കാത്തിരുന്നു. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവിടെ ഇവിടങ്ങളായി ഭാരത്തോടും വേദനയോടും ഞെരുക്കത്തോടും കണ്ണുനീരോടും കൂടെ ഞെരങ്ങിക്കഴിഞ്ഞ ദൈവത്തിന്റെ പൈതലേ, നിനക്ക് തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടായിന്ന് വരാം, പക്ഷേ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെന്ന് വരാം. പക്ഷേ നിന്റെ ഉള്ളം യേശുവിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു സൗഖ്യം ആഗ്രഹിക്കുന്നെങ്കിൽ, അത് യേശുവിലൂടെ നിനക്ക് സംഭവിക്കണമെങ്കിൽ, അവൻ നിന്റെ ഗുരുവും നാഥനുമായി അവനെ അനുഗമിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല. നീ ഇരിക്കുന്നത് ഭൂലോകത്തിന്റെ ഏത് കോണിലായാലും അവിടെ ഇറങ്ങി വരുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവം. നന്ദിയോട് സ്തോത്രം. ഉടരവലതുനാദി കിടക്കുന്നതിനി വലതിനി കശ്വരാദി കിടക്ക ചുരാദി കിടക്കുന്നതിനിയ അവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം ഇതാണ്. കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവുന്നു അത് വലിയൊരു ആൾക്കൂട്ടത്തോടുകൂടെ വന്നപ്പോൾ ഇവൻ പാത്രം കിലുക്കി. അപ്പൊ ആരാണ്ട് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഒരു രൂപ തുട്ടവന്റെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് കിലുക്കിയിട്ട് പറഞ്ഞു കാണും, മിണ്ടാതിരി ഇത് പൈസ ഇട്ടിട്ടുണ്ട്, മിണ്ടാതിരി എന്നാണ്, അല്ലെങ്കിൽ മിണ്ടാതിരി എന്നാണ് പറയുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, പിശാച് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു കാര്യം നിന്നെ മിണ്ടാതാക്കുന്നു. നിന്നെ കരയാനോ കണ്ണീരൊഴുക്കാനോ പ്രാർത്ഥിക്കാനോ ഹൃദയമേകാഗ്രതമാക്കാനോ ഒന്നും അനുവദിക്കുന്നില്ല. അതിന് നിനക്ക് കുറെ തിക്കും തിരക്കും കാണും, നിനക്ക് കുറെ ബന്ധപ്പാടുകൾ കാണും. ഇതാണ് സ്തോത്രം. അതിന് തടസ്സപ്പെടുത്തുന്ന കുറെ ബന്ധങ്ങൾ, കുറെ ഫോൺ കോളുകൾ, സ്വത്രം കുറെ സുഹൃത്തുക്കൾ, കുറെ വിളിയും, കുറെ അഭിപ്രായങ്ങളും, കുറെ പറച്ചിലുകളും. ആമേൻ. അത് പറയാൻ ഇത് പറയാനും, അതിന്റെ അഭിപ്രായം പറയാൻ ഇതിന്റെ അഭിപ്രായം പറയാനും, മിണ്ടാതിരിക്കെന്ന് പറയുന്ന അതേ ദാവണി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ചുറ്റുപാടും അത് ഫോണുകളായി, അത് ഒത്തിരി കാര്യങ്ങൾ രാവും പകലും തിക്കും തിരക്കും പോക്കും വരവും വെത്തപ്പാടും. ആമേൻ. ഇങ്ങനെ ഓരോ കാര്യങ്ങളാൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നു മിണ്ടാതിരിക്കുക. അങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതാണ് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ഇതിന് സമയമില്ല, ഇവർക്ക് മനസ്സ് വരുന്നില്ല, അതിനുള്ള ഒരു ഏകാഗ്രതയോ സാഹചര്യം കിട്ടാതെ രാവകൾ ഇങ്ങനെ ഇതിനു വേണ്ടി മാത്രപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അതേ പ്രതിസന്ധിയാണ് കുരുടന്റെ ജീവിതത്തിലുണ്ടായി. മിണ്ടാതിരിക്കുക, ശാസിച്ച് പറഞ്ഞു മിണ്ടാതിരിക്കുക. അവൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവനറിയാം ഇപ്പോൾ മിണ്ടാതിരുന്ന ജീവിതകാലം മുഴുവൻ തെണ്ടിയായി കഴിയേണ്ടി വരും. അവൻ ഇപ്പോൾ മിണ്ടിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അന്ധനായി കഴിയേണ്ടി വരും.
മിന്നുന്ന സമയത്ത് മിണ്ടിയില്ലെങ്കിൽ, കരയുന്ന സമയത്ത് കരഞ്ഞില്ലെങ്കിൽ, നിലവിളിക്കുന്ന സമയത്ത് നിലവിളിച്ചില്ലെങ്കിൽ, കർത്താവിന്റെ അടുക്കൽ കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ, കാല് വീഴുന്ന സമയത്ത് കാല് വീണില്ലെങ്കിൽ, കരയുന്ന സമയത്ത് കരഞ്ഞില്ലെങ്കിൽ, ജീവിതകാലം മുഴുവൻ അന്ധനായിരിക്കും, ജീവിതകാലം മുഴുവൻ തെണ്ടിയായിരിക്കും. അവനറിയാം. സുഡാമാന വൈദാ രാജ ജീവിതത്തിൽ ആയുസിൽ ദൈവത്തിന്റെ ആത്മാവിലെ ഇടപെടുന്നു. നിന്റെ നല്ല പ്രായത്തിൽ, നിന്റെ ആയുസിൽ, നിന്റെ ആരോഗ്യമുള്ള കാലത്ത്, നിനക്ക് അവസരമുള്ള കാലത്ത്, നിനക്ക് സമ്പത്തും പണവും സാഹചര്യമുള്ള കാലത്ത്, ജീവിതത്തിൽ സാഹചര്യം ഒരുങ്ങി കിട്ടുമ്പോൾ നിന്റെ ജീവിതത്തിന് മുമ്പിൽ ദൈവികമായി, ആത്മീയമായി, ആത്മീയമായി, ദൈവികമായി, ദൈവഗതപ്രകാരമായി ഒരുക്കപ്പെട്ട് വന്നു കിട്ടുന്ന അവസരങ്ങൾക്ക് വില കൊടുത്താൽ, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ സമയങ്ങൾ തക്കത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ, സമയത്ത് നിലവിളിച്ചാൽ, സമയത്ത് മുട്ടുമടക്കിയാൽ, സമയത്ത് അലറിക്കരഞ്ഞാൽ, സ്തോത്രം ദിനബലഘടകനികൾ സമയം കഴിഞ്ഞ് നിലവിളിച്ചിട്ടും, സമയം കഴിഞ്ഞ് നെഞ്ചെഴുതിക്കൊണ്ട് നടന്നിട്ടും, സമയം കഴിഞ്ഞ് നെടുവിൽപ്പെട്ടുകൊണ്ട് നടന്നിട്ടും, സമയം കഴിഞ്ഞ് ഞരങ്ങിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. പലരുടെയും ജീവിതത്തിനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവ് പറയുന്നു, ദൈവത്തിന്റെ പരിശോധന പറയുന്നു, സമയം ഇതാണ്, സമയം ഇതാണ്, രക്ഷാദിവസം ഇതാണ്, സുപ്രസാദകാലം ഇതാണ്, നിന്റെ ജീവിതത്തിന്റെ അവസരം ഇതാണ്, നിനക്ക് ആരോഗ്യത്തോടെ ദൈവം നിനക്ക് വിളിക്കാൻ അവസരം തന്നിരിക്കുന്നു. ഈ സമയം നീ പ്രയോജനപ്പെടുത്തിയാൽ വൈദ്യരാധിക വ്യർത്ഥമായി ചെയ്ത കാര്യം അതാണ്. അവന് കർത്താവിന്റെ സ്തോത്രം, അവന്റെ വിശ്വാസം ഇരുന്നു. അഥവാ അവൻ ആ വിശ്വാസി ഇരുന്ന സ്ഥലം എവിടെയാ? തെരുവ്. ആ വിശ്വാസിന്റെ കയ്യിലെന്താ? തെന്നിപ്പാത്രം. അവന്റെ കയ്യിലെന്താ? കീറിനാറിയ പുതപ്പ്. അവൻ ഇരുന്ന സ്ഥലം എവിടെയാ? കർത്താവിന്റെ സ്തോത്രം. അവന് യാതൊരു മാന്യതയില്ലെങ്കിലും മുഴുലോകത്തിന്റെ ഉടയവൻ അവന്റെ തെരുക്കോണിൽ അവൻ പിശയാചിക്കുന്ന സ്ഥലത്ത് വന്നെത്തി. അതാണ് ദൈവത്തിന്റെ എനിക്ക് ഉടനബലഘടകദിനാരിഘടകദിനിയ. അതൊരു രാജ്യത്തിന്റെ പ്രത്യേകതയല്ല, ദേശത്തിന്റെ പ്രത്യേകതയല്ല. പണം, ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, ജോലി, പദവി, നേട്ടങ്ങളൊന്നും ദൈവത്തിന് വിഷയമല്ല. നീ ഇരിക്കുന്ന സ്ഥലം അതെത്ര ഗതികേട് പിടിച്ചതായാലും അവിടെ കരയാനും നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും മനസ്സുണ്ടെങ്കിൽ നിന്റെ മുൻപിൽ എന്റെ യേശു എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ ഞാൻ ആ ഭാഗം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ആണെന്നറിഞ്ഞപ്പോൾ കർത്താവിന്റെ സ്തോത്രം, അവന്റെ നിലവിളി അവൻ കൂട്ടി. ഒന്നേ കർത്താവ് പറഞ്ഞു, അവനെ വിളിക്കാൻ പറഞ്ഞു. അവനെ വിളിച്ചു. ആദ്യം മിണ്ടാതിരിക്കാൻ വന്നവരെല്ലാരും വന്നിട്ട് പറഞ്ഞു, ദേ ധൈര്യപ്പെടുക, നിന്നെ യേശു വിളിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ദൈവം ആദ്യം നൽകുന്നതാണ് ധൈര്യം. ധൈര്യപ്പെടുക എന്ന് പറഞ്ഞാൽ, ദൈവം നിന്നെ കണ്ടെങ്കിൽ നിനക്ക് ഇനി ധൈര്യപ്പെടാം. ദൈവം നിനക്ക് വേണ്ടി നിന്നെങ്കിൽ നിനക്ക് ധൈര്യപ്പെടാം. നിന്റെ വിളി ദൈവം കേട്ടെങ്കിൽ നിനക്ക് ധൈര്യപ്പെടാം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നീ ധൈര്യപ്പെടുക, നിന്നെ വിളിക്കുന്നു. അവൻ ചാടി എഴുന്നേറ്റ്. കർത്താവിന് സ്തോത്രം. അവന്റെ കയ്യിൽ ഒരു ചടങ്ങിക്കൂടിയ ഒരു പാത്രം ഉണ്ടായത്. കർത്താവിന് സ്തോത്രം. അവനെ വലിച്ചൊരൊറ്റ ഏറ് വെച്ച് കൊടുക്കും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കൊച്ചനെ എന്റെ ചിന്തയിൽ ഞാൻ പറയും, ഒരു കൊച്ചൻ ഓടിച്ചെന്നിട്ട് ആ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ബർത്തിമയോട് പറയും, ചേട്ടന്റെ പാത്രം ഇന്നാ പിടിച്ചു. അവൻ ബർത്തിമ പറഞ്ഞു, നീ കൊണ്ടക്കളയുടെ പാത്രവും ഇനി എനിക്ക് വേണ്ട, ഞാൻ വിളി കേട്ട് കഴിഞ്ഞു, ഞാൻ യേശുവിന്റെ വിളി കേട്ട് കഴിഞ്ഞു, എനിക്കിനി ഈ തെണ്ടൽ പാത്രം എനിക്ക് ആവശ്യമില്ല. അതാണ് വിശ്വാസത്തിന്റെ ബലം. കണ്ണ് തുറന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ആമേൻ വിളി കേൾക്കുമ്പോൾ തന്നെ പ്രതീക്ഷകളാൽ നിറയുന്നു, ഉറപ്പ് നിറയുന്നു, ധൈര്യം നിറയുന്നു, സമാധാനം നിറയുന്നു. പഴയ പാത്രം വലിച്ചെറിഞ്ഞു. അത് അടുത്ത് വായിക്കുന്ന പുതപ്പിട്ട് കളഞ്ഞ് അവൻ പിശകാരൻ, അവന്റെ വേഷമുണ്ടല്ലോ, അവൻ സൂട്ടും അല്ലെ ടൈയൊക്കെ കെട്ടിയൊന്നും അല്ലല്ലോ. കഥാവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ വന്നിരിക്കുന്നത് അവന്റെ ഒരു കീറി നാറിയ ഒരു പുതപ്പ്, ആമേൻ ആ തെരുവിലിരിക്കാൻ പറ്റിയ സൈസ് ഒരു സാധനം അവന്റെ കയ്യിലുണ്ടായിരുന്നു. യേശുവിന്റെ വിളിയുടെ മുമ്പിൽ അതാണ് വിശ്വാസിയുടെ പ്രത്യേകത. വിളി കേട്ടപ്പോൾ, ദൈവസാന്നിധ്യം അറിഞ്ഞപ്പോൾ, ദൈവശബ്ദം കേട്ടപ്പോൾ, ദൈവിക ഇടപെടലുണ്ടായപ്പോൾ അവന്റെ കീറി നാറിയ പുതപ്പ് അവൻ വലിച്ചെറിഞ്ഞു. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് യോഗ്യമല്ലാത്തതെല്ലാം, വിശ്വാസത്തിന് പ്രയോജനമല്ലാത്തതെല്ലാം, കൊള്ളാവുന്നതല്ല എന്ന് തോന്നുന്നതെല്ലാം, യേശുവായുള്ള ബന്ധത്തോടുള്ള ബന്ധത്തിലും യേശുവിനോട് ലഭിക്കാൻ പോകുന്ന വിടുതലിനോടുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ അതിന് യോഗ്യമല്ലെന്ന് തോന്നുന്നതെല്ലാം സ്വഭാവത്തിലും ജീവിതത്തിലും ചിന്തയിലും തോന്നലിലും പ്രവൃത്തിയിലും മനസ്സിലും മനസ്സാകത്തുള്ള കാര്യങ്ങളെല്ലാം വലിച്ചെറിയേണ്ടതെല്ലാം നീ വലിച്ചെറിഞ്ഞിട്ട് ചാടി എണീറ്റാൽ അതാ വിശ്വാസി, അതാ വിശ്വാസം.
ജുഡരവലകടകത്തിന് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പഴയ കീറി നാറിയ പുതപ്പും പുതച്ച് പഴയ ചാമ്പേച്ചയ്ക്ക് ചെറിയ പാത്രം പിടിച്ച് പിന്നെ കിലുക്കി കുത്തിക്കൊണ്ടിരിക്കുകയല്ല, വലിച്ചെറിയേണ്ടത് വലിച്ചെറിഞ്ഞ് ഉടമാന വൈദ്യരാളികടകതിരിയ അവൻ മനസ്സിൽ നിറഞ്ഞു കളയേണ്ടത്, ചിന്തയിൽ നിറഞ്ഞു കളയേണ്ടത്, ഹൃദയത്തിൽ നിറഞ്ഞു കളയേണ്ടത്, അല്ലെങ്കിൽ മനോഭാവത്തിൽ നിന്ന് മാറ്റേണ്ടത് എന്തെല്ലാം അതെല്ലാം വലിച്ചെറിഞ്ഞ് ചാടി എണീറ്റാൽ ചാടി എണീറ്റ് യേശുവിന്റെ അടുക്കും. അവൻ ചാടി എണീറ്റ് യേശുവിന്റെ അടുക്കൽ ചെന്നു. അവനെ കർത്താവിനോട് ചോദിച്ചു, നിനക്ക് എന്താ ചെയ്യണ്ടേ? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിനക്ക് എന്താ ചെയ്യണ്ടെന്ന് കർത്താവ് ചോദിച്ചു. അപ്പൊ കർത്താവിനൊന്നും അറിയില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. കർത്താവിന് അറിയില്ല, അവന് കണ്ണിന് കാഴ്ചയില്ലെന്നും അവൻ ജനിക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തവനെ ജനിച്ചെന്നൊക്കെ കർത്താവിന് അറിയത്തില്ലേ? നമ്മൾ വല്ലതും പറയും എല്ലാം കർത്താവ് അറിയുന്നുണ്ടാ. കർത്താവ് അറിയുന്നതാണ്. കർത്താവിനെ ചോദിക്കുക എന്നാ വേണ്ടതെന്ന്. കർത്താവിന് ചോദിച്ചു. നിന്റെ യാതനാശബ്ദത്തിന്, നിന്റെ പ്രാർത്ഥനാശബ്ദത്തിന് വിലയുണ്ട്. നീ നിന്റെ പ്രാർത്ഥന സ്തോത്രത്തോടെ നീ നിന്റെ ആവശ്യങ്ങൾ നീ പ്രാർത്ഥനയോട് ദൈവത്തിൽ അറിയിക്കുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. എന്നാ വേണ്ട? കർത്താവിന് പ്രഭുവിനെ എനിക്ക് കാഴ്ച വേണം. കർത്താവിന് ഉടനെ അവന്റെ കർത്താവിന്റെ വിശ്വാസം അനുസരിച്ചിരിക്കുന്നു. അവൻ വെച്ചു എന്നിട്ട് പറയുന്നു. അതിന്റെ ഒടുവിൽ പറയുന്ന എങ്ങനെയാണ്? ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു എന്നാണ് പറഞ്ഞ. രാത്രിയിൽ അനുഗമിച്ചെന്നല്ല. അല്ലെങ്കിൽ ചിലര് ഞായറാഴ്ച 10 മണി മുതൽ 1 മണി വരെ കർത്താവിനെ അനുഗമിക്കുന്നവരുണ്ട്. പിന്നെ ചിലർ മാസത്തിൽ പ്രാവശ്യം 10 മണി മുതൽ 1 മണി വരെയൊക്കെ ദൈവത്തെ അനുഗമിക്കുന്നവരുണ്ട്. പിന്നെ കഷ്ടകാലവും ഗതികേടും വന്ന് കിടപ്പാകുമ്പോൾ ദൈവമേ ദൈവമേ പറയുന്നത്. അങ്ങനെയല്ല. ജീവിതകാലം മുഴുവൻ, ആയുഷ്കാലം മുഴുവൻ, അല്ലെങ്കിൽ ജീവിതത്തിലുള്ള നാളുകൾ അവന്റെ പഴയ എല്ലാ സാഹചര്യങ്ങളും വിട്ടിട്ട് അവന് കിട്ടിയ കാഴ്ച കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവുകയായിരുന്നില്ല. അവൻ യേശുവിന്റെ പിന്നാലെ ആ യാത്രയിൽ യേശുവിനെ അവൻ അനുഗമിച്ചു. വിശ്വാസത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കുമ്പോൾ, സൗഖ്യം കിട്ടുമ്പോൾ, വിടുതൽ കിട്ടുമ്പോൾ, നന്മ കിട്ടുമ്പോൾ, പണ്ട് എനിക്ക് കണ്ണു തുറന്ന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നടക്കുകയല്ല. ആ കണ്ണു തുറന്നതിന്റെ തെളിവ് അവൻ വിശ്വാസത്തിലായി എന്നുള്ളൊരു തെളിവ് യേശുവിനോട് കൂടെ ആയി എന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം അന്ന് മുതൽ അവൻ യേശുവിന്റെ യാത്രയിൽ യേശുവിനോട് കൂടെ യേശുവിനെ ലഭിക്കുന്നവരായി മാറി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയാണെങ്കിൽ യേശുവിന്റെ കൂടെ കാണും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശു കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള സങ്കല്പമല്ല. കർത്താവിന് സ്തോത്രം. യേശു കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള തോന്നലല്ല. യേശുവിനെ അനുഗമിക്കുന്ന ആ ജീവിതാനുഭവത്തിനാണ് വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്നുള്ള ഒരു സംഭവം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരു വായിച്ചത് പ്രാർത്ഥിക്കാനായിട്ട് സമയമെടുത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മർക്കോസിന് സുവിശേഷം തന്നെ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 22 വാക്യം എന്ന് വായിച്ചു. കർത്താവിന് സ്തോത്രം. മർക്കോസ് 5:22 വായിച്ചാൽ 22 വാക്യം 26 വരെ. ഐറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്നു അവനെ കണ്ട് കാൽക്കൽ വീണു. എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും പിഞ്ചെന്നവനെ തിക്കിക്കൊണ്ടിരുന്നു. യായിറോസിന്റെ വിശ്വാസം ഇതാണ്. കർത്താവേ, നീ വന്ന് എന്റെ കൊച്ചു മോളുടെ മേൽ, അവളിങ്ങനെ അത്യാസന്ന നിലയിൽ കഴിയുന്നു, ഒന്ന് വന്ന് കൈ ഒന്ന് വെക്കണം. സോദരം. അപ്പോൾ യായിറോസിന്റെ വിശ്വാസവും എന്റെ അല്ലെങ്കിൽ കർത്താവ് വന്ന് രോഗിയായി കിടക്കുന്ന എന്റെ കൊച്ചിന്റെ മേൽ ഒന്ന് കൈവയ്ക്കണം. അപ്പോൾ അവിടെ എന്ത് പറയുന്നു? രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന്. അതാണ് സ്തോത്രം. അപ്പോൾ തന്റെ വിശ്വാസം എന്താണ്? യേശു തൊട്ടാൽ രക്ഷപ്പെട്ട് ജീവിക്കും. ഇതാണ് സ്തോത്രം. ഒരു ദൈവസ്പർശനം ഉണ്ടായാൽ, ദൈവം നിന്നെ സ്പർശിക്കുന്നതായാൽ സ്തോത്രം ചെയ്യുന്നു. തൊട്ടാൽ രക്ഷപ്പെട്ട് ജീവിക്കുമെന്ന് വിശ്വാസം. എന്താണ് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ആയിരിക്കുന്നിടങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവേ, നീ എന്നെ ഒന്ന് തൊട്ടാൽ
യേശുവിൽ നിന്ന് സ്പർശിച്ചാൽ ഞാൻ രക്ഷപ്പെട്ട് ജീവിക്കും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ യായിരോസിന്റെ ആ വിശ്വാസം, എന്റെ കൊച്ചുമോൾ വിടുവിക്കപ്പെടാനായിട്ട്, ആ ചെറിയ മകൾ വിടുവിക്കപ്പെടാനായിട്ട് യേശു വന്ന് തൊട്ടാൽ, കൈവച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകത രക്ഷപ്പെട്ട് ജീവിക്കാനിടയാവും. ഇത് കേട്ടപ്പോൾ എന്നെ എനിക്ക് ജീവനുണ്ടായാലും എന്റെ കൊച്ചിന് ജീവനുണ്ടാകുമെന്ന് വിശ്വസിച്ചത് കൊണ്ട് ആ ഒരു ചിന്തയിൽ കർത്താവ് കാര്യങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ ഉടനെ കർത്താവ് ആ ശബ്ദം കേട്ട്, ആ വാക്ക് കേട്ടിട്ട് ഉടനെ യായിരോസിന്റെ വീട്ടിലേക്ക് വേഗം പോവുകയാണ്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. യായിരോസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരാൾ കയറി തടഞ്ഞു. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്നോട് സ്തോത്രം ചെയ്യുന്നു. അത്യാവശ്യം ഒരു കാര്യം കഴിയുന്ന ഒരാളുടെ വീട്ടിലേക്ക്, അത്യാവശ്യം നിലയിൽ കഴിയുന്ന ആളുടെ വീട്ടിലേക്ക് യേശു വേഗം പോവുകയാണ്. പോകുന്ന വഴിക്ക് വേഗം വിശ്വാസി കർത്താവ് സ്തോത്രം. അവിടെ അവളുടെ യേശുവിനെ കുറിച്ച് കേട്ടു നമുക്കറിയാം. 12 വർഷമായി രക്തസ്രവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. പല വൈദ്യന്മാരാലും ഏറി ഒന്ന് സഹിച്ചു. ചികിത്സയുടെ കാഠിന്യങ്ങൾ, ചികിത്സ നിമിത്തമുണ്ടാകുന്ന ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, അത് നിമിത്തമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, ഇതെല്ലാം സഹിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതെല്ലാം അനുഭവിച്ച് നാരകിച്ച് ജീവിതം ഒരു പരുവത്തിലായ സ്ത്രീ, ഏറ്റവും അവശതയായ അല്ലെങ്കിൽ ഒട്ടും ഭേദം വരാതെ ഇരുന്ന ഒരു സ്ത്രീ, അവൾ വിശ്വസിച്ചത് ഇങ്ങനെയാണ്. കർത്താവിന് സ്തോത്രം. യായിരോസ് വിശ്വസിച്ചത് ഇങ്ങനെയാണ്: യേശു വന്ന് എന്റെ മോടെ മേലൊന്ന് കൈവച്ചാൽ വിടുതലാണെങ്കിൽ. ഈ രക്തസ്രാവസ്ഥ വിശ്വസിച്ച് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിന്റെ ശരീരത്ത് പോലും തൊടണ്ട വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. അവളുടെയും പ്രതീക്ഷ രക്ഷപ്പെടുമെന്നുള്ളതാണ്. അവൻ സ്തോത്രം ചെയ്യുന്നു. രക്ഷപ്പെടുമെന്ന് അവൾ ഉള്ളിൽ പറഞ്ഞു. അവൾ പറഞ്ഞുകൊണ്ടാണ്, ഉള്ളിലല്ല അവൾ പറഞ്ഞു, അവൾ പുറമേ പറയുകയാണ്. അവൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഞാൻ തൊട്ട് കഴിയുമ്പോൾ എന്നിൽ വിടുതൽ നടക്കും, എന്നിൽ സൗഖ്യമുണ്ടാകും. അവൻ സ്തോത്രം ചെയ്യുന്നു. തിക്കുന്നവരും തിരക്കുന്നവരും ഒത്തിരി ആളുകളുടെ നടുവിൽ വിശ്വസിക്കുന്ന വിശ്വാസമുള്ള ദൈവത്തിന്റെ പൈതലെ നീ മുന്നോട്ട് നിന്ന് ചുവടുകൾ വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2 ഗവൺമെന്റ് കർത്താവിന് സ്തോത്രം. യേശു അത്യാവശ്യ നിലയിൽ ഒരാളെ സൗഖ്യമാക്കാൻ വേണ്ടി വേഗം പോകുമ്പോൾ വഴിയിൽ ഇവള് കയറി തൊട്ടപ്പോൾ അവളിലേക്ക് ശക്തി പുറപ്പെട്ടു, അവൾ സൗഖ്യമുള്ളവളായി മാറി. കർത്താവ് ആരാണ്ട് എന്നെ തൊട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കുറച്ച് സമയം പോയി. അവള് കരഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നു. അവൾക്ക് വിടുതൽ കിട്ടി. കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സമയം പോയി. അപ്പോഴത്തേക്ക് യായിരോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറഞ്ഞു, ഇനി വരണ്ട, സമയം കഴിഞ്ഞു പോയി. ആള് പോയി, കൊച്ചുപോയി. ഇനി അങ്ങോട്ട് വരണ്ട, ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട, ഗുരുവിനെ ഇനി കൊണ്ടുവരണ്ട. കർത്താവിന് സ്തോത്രം. ഇനി ഗുരുവിനെ അങ്ങോട്ട് കൊണ്ടുവരണ്ട, ഗുരുവിനെ കൊണ്ടുവന്ന കാര്യമില്ല, ആള് പോയി. കർത്താവിന് സ്തോത്രം. ഇതിലവിടെ വായിക്കുന്നത്, യേശു ആ വാക്ക് കാര്യമാക്കാതെ ശിഷ്യന്മാർ അല്ലെങ്കിൽ കൂടെ നിന്നവരോട് പറഞ്ഞു, യായിരോസിനോട് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവിശ്വസിപ്പിക്കുന്നതും സംശയിപ്പിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും സാധ്യതയില്ലെന്ന് പറയുന്നതും കഴിഞ്ഞെന്ന് പറയുന്നതും അവിടെ നടന്നതും ഇവിടെ നടന്നതുമായ ഒത്തിരി കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് രക്ഷയില്ലെന്ന് പറയുന്ന ഒത്തിരി വാക്കുകളും ശബ്ദങ്ങളും കേൾക്കും. അതൊന്നും കാര്യമാക്കരുത്. അവിശ്വാസത്തിന്റെ വാക്കുകൾ കാര്യമാക്കരുത്. യേശുവിൽ വിശ്വസിച്ചെങ്കിൽ, യേശുവിൽ ആശ്രയിച്ചെങ്കിൽ, യേശുവിനെ കാര്യമേൽപ്പിച്ചെങ്കിൽ, യേശു തൊട്ടാൽ വിടുതലുണ്ടെന്ന് ഉറപ്പാക്കിയെങ്കിൽ, അതിനുവേണ്ടി യേശു നിന്റെ ജീവിതത്തിലേക്ക് പുറപ്പെട്ടെങ്കിൽ, ആ വഴിയിൽ താമസമുണ്ടായാലും, അതാണ് ദൂതം. ആ വഴിയിൽ താമസമുണ്ടായാലും, ആ വഴിയിൽ താമസം നേരിട്ടാലും, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ വഴി വൈകിയാണ്, അല്പം വൈകി വന്നാലും അതുകൊണ്ട് വരുന്ന കേടുകൾ, അതുകൊണ്ട് വരുന്ന നഷ്ടങ്ങൾ, അതുകൊണ്ട് വരുന്ന അപകടങ്ങൾ, അതുകൊണ്ട് വരുന്ന കേടുകൾ തീർക്കാൻ ദൈവ ഉത്തരവാദിയാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവം മതിയായവനാണ്. വൈകിയതുകൊണ്ട്, മറുപടി കിട്ടാൻ വൈകിയതുകൊണ്ട്, വഴി തുറക്കാൻ വൈകിയതുകൊണ്ട്, സ്വതന്ത്രം പ്രാർത്ഥിക്കുന്നവരോടുള്ള ബന്ധത്തിൽ, വിശ്വസിക്കുന്നവരുടെ ബന്ധത്തിൽ, വാക്തത്വം കേട്ടുള്ള ബന്ധത്തിൽ ദൈവം നിനക്ക് വേണ്ടി പുറപ്പെടുന്ന, ദൈവം നിനക്ക് വേണ്ടി കരനീട്ടുന്ന ദൈവിക വാക്തത്വങ്ങൾ കേട്ടിട്ടും മറുപടി വൈകി, പ്രതീക്ഷയിലപ്പുറമായി എന്തെങ്കിലും സംഭവം ഉണ്ടായെങ്കിൽ, പ്രതീക്ഷയിലപ്പുറമായി എന്തെങ്കിലും നടന്നെങ്കിൽ, സ്വതന്ത്രം പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി എന്തെങ്കിലും സംഭവിക്കുക ചെയ്തെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിന് ദൈവ ഉത്തരവാദിയാണ്. അതിന് അവിശ്വാസം ഇവിടെ പറയരുത്. അവിശ്വസിക്കുന്ന വാക്കുകളൊന്നും പറയണ്ട. ആ വാക്ക് കാര്യമാക്കാതെ പറഞ്ഞു വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാനിവിടെ അവസാനിപ്പിക്കാം.
അവിടെ വിശ്വാസത്തിന്റെ പ്രത്യേകത അവിശ്വാസത്തിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉള്ള ഒത്തിരി പേരവിടെ ഉണ്ടായി. അതുകൊണ്ട് പറഞ്ഞു പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ഇങ്ങനെ 2-3 പേര് മാത്രം മതി. വിശ്വാസമില്ലാത്തവരാരും ഈ പണിക്ക് നിൽക്കണ്ട. വിശ്വാസം ഇല്ലാത്തവരൊക്കെ മാറി നിൽക്കുക. വിശ്വാസമുള്ള അല്ലെങ്കിൽ ബോധ്യമുള്ള യോജിപ്പുള്ള 2-3 പേരെ മാത്രം വിളിച്ചു. അവരെയും കൊണ്ട് വന്നു വീട്ടിലോട്ട് ചെന്നു. വീട്ടിൽ കയറിയപ്പോഴത്തേക്കും അവിടെ വലിയ കരച്ചിലും ആരവാരവും കരച്ചിലും ബഹളവും കാര്യങ്ങളും നടക്കുന്നു. അതുകൊണ്ട് കർത്താവ് എന്നിട്ട് പറഞ്ഞു, അവന്റെ കുട്ടി മരിച്ചിട്ടില്ല, അത് ഉറങ്ങുകയത്രേ. അവരവനെ പരിഹസിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞു, എല്ലാം പുറത്തോട്ടിറങ്ങിയാട്ടെന്ന് പറഞ്ഞു. അവിശ്വാസിയും പരിഹാസിയും ഊടായ്പും ബന്ധനവും കൊലച്ചിലുകാരനും അവനെ അശുദ്ധനും മലിനപ്പെട്ടവനും ഭാവിയും കൊലച്ചിലുകാരനൊക്കെ മുറുക്കി വഴി പോകാൻ പറഞ്ഞു. എല്ലാവരും ശോധന ചെയ്യുന്നു. അവിശ്വാസവും സംശയവും കൊലച്ചിലും പാപവും കേട്ടും ആരാധനയാ ഓർത്തറിയാന്ന് പറഞ്ഞു. എന്ന് പറയാൻ യേശു പറഞ്ഞു, പരിഹാസി വെളിയിലേക്ക് ഇറങ്ങിക്കേ, അവിശ്വാസി വെളിയിലേക്ക് ഇറങ്ങിക്കേ എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് അവിശ്വാസവും കൊലച്ചിലും പാപവും സംശയവും പെറുവെറുപ്പും പരിഹാസവും വെളിയിലിട്ട് പോട്ടെ. അവിശ്വസിക്കുന്നവരും സംശയിക്കുന്നവരും പരിഹസിക്കുന്നവരും കഥ പറഞ്ഞ വിശ്വാസത്തിന്റെ കഥ പറഞ്ഞു ഇത് പറഞ്ഞ് അവരവര് മരിച്ചു കിടക്കുന്ന ആൾ ഉറങ്ങുമെന്ന് പറഞ്ഞ് എങ്ങനെ വിട്ടുകൊടുക്കും? കഥ പറഞ്ഞത് മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. കർത്താവിനത് അങ്ങനെയാണ്. മനുഷ്യർക്ക് മരണമാണെങ്കിൽ യേശുവിനത് ഉറക്കമാണ്. കർത്താവിന് സ്തോത്രം. മനുഷ്യർക്ക് മരണം യേശുവിനത് ഉറക്കമാണ്. കർത്താവിന് സ്തോത്രം. എല്ലാ കണ്ണുകളോടെ ചേട്ടൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കഥകളും ഏകാഗ്രതമാക്കാൻ അല്പസമയം പ്രാർത്ഥിക്കാൻ സമയം പറഞ്ഞിരിക്കുന്നു. ചൂടമനതിനാറി കിടക്കുന്നതിനെയ ആ കൊച്ചിനെ അല്ലെങ്കിൽ ആ ബാലയൊക്കെ സൗഖ്യമാക്കി അവിടെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് പരിശോധിക്കുമ്പോൾ വിശ്വാസത്തിന് ചേരാത്തത്, വിശ്വാസത്തിന് യോജിക്കാത്തത്, അത് ശിഷ്യന്മാരാന്ന് പറഞ്ഞാലും 10-12 പേരുണ്ട്. അവരെ മാറ്റി നിർത്തിയാൽ അവർക്ക് എന്നാ തോന്നുന്നു കർത്താവ് വിചാരിച്ചില്ല. അങ്ങ് മാറി നിന്നേ എന്ന് പറഞ്ഞു. കർത്താവ് സ്തോത്രം ചെയ്തു. അയ്യോ അവർക്ക് വിഷമം തോന്നില്ല. അന്ത്രയോസിനും കർത്താവിന് പീലിപ്പോസൊക്കെ എന്ത് പറയും? ഒന്നും കർത്താവിന് അറിയേണ്ട ആവശ്യം. തോമസ് എന്ത് പറയും? കർത്താവിനൊന്നും അറിയേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞു അങ്ങ് മാറിയുന്നേ. യോനാശനും കയറി വന്നേ, പത്രോസും കയറി വന്നേ, യാക്കൂബും കയറി വന്നേ, മറ്റവരങ്ങ് മാറിയുന്നേ. കർത്താവിന് സ്തോത്രം. അപ്പോ വിശ്വാസത്തിലല്ലാത്തത് എന്താണോ അത് വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? വിശ്വാസത്തിന്റെ അർത്ഥമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്ത്. വീട് നിറച്ച് പരിഹാസികളും അവിശ്വാസികളും വിലാപക്കാരും കരച്ചിലുകാരും നിന്ദിക്കുന്നവരും തുറച്ചു നോക്കുന്നവരുമാണ്. കഥ പറഞ്ഞ എല്ലാം പുറത്തോട്ടിറങ്ങ, എല്ലാം പുറത്തോട്ടിറങ്ങ. വാഴ കുറിച്ച് പറഞ്ഞു കർത്താവ് സ്തോത്രം ചെയ്തു. കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു. ഈ ദിവസങ്ങളിൽ നിന്റെ അടുക്കൽ നീ തെരുവിലിരിക്കുന്നവനായാലും എന്റെ കർത്താവ് നിന്റെ അടുക്കൽ വരും. നീ ഒരു കട്ടിലേക്ക് കിടക്കുകയാണ് നാളുകളായിട്ട്, എന്റെ കർത്താവിന് അതൊരു തടസ്സമാണ്, അവിടെ വരും. നീ ആരാധനയ്ക്ക് ഒരു കൂട്ടായ്മ കിട്ടാ, പ്രാർത്ഥന കിട്ടാ വിഷമിക്കുന്ന ആളാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അടുത്ത് വരും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വഴിയിൽ വന്ന തടസ്സങ്ങൾ ഒരിക്കലും നിന്റെ തലമുറയെ ബാധിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ഞാനല്ല യേശുവെ ആദ്യം വന്ന് പറഞ്ഞത്, ഞാനല്ല യേശുവെ ആദ്യം വന്നത്, ഞാനല്ല യേശുവെ എന്റെ കൊച്ചിന്റെ കാര്യം വന്ന് പറഞ്ഞത്. അന്നേരം എന്റെ വീട്ടിലെ കാര്യം കഴിഞ്ഞിട്ട് വേണ്ടായിരുന്ന കർത്താവെ ആ സ്ത്രീക്ക് സൗഖ്യം വിടുതലൊക്കെ കൊടുത്ത് അവിടെ നിൽക്കാൻ. എന്റെ കാര്യത്തിന് വേണ്ടി അന്നേരം കർത്താവ് വന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നോ, വിടുതൽ നടക്കില്ലായിരുന്നോ? അതിനിടയ്ക്ക് ആ സ്ത്രീ കയറി കുഴച്ചിലുണ്ടാക്കിക്കൊണ്ടാണ് എന്റെ സമയം പോയതെന്നൊന്നും പറയാൻ ദൈവം സമ്മതിക്കത്തില്ല. രോഗിയായ ദൈവം വിടുവിക്കും, നിന്നെ സത്യമാക്കും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാണ്. എല്ലാ ഹൃദയങ്ങളും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലം ഏകാഗ്രതമാക്കി ദൈവസ്ഥലയിൽ ദൈവത്തിൽ വലിയ ആഴങ്ങളും വലിയ മർമ്മങ്ങളും വലിയ ആഴങ്ങളിൽ കേൾക്കാത്ത കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഇന്ന് പകൽ രാത്രി എനിക്ക് വിശ്വാസമുണ്ട്, നീ ഇരിക്കുന്നിടത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, നിന്റെ സ്ഥിതി മാറ്റുന്ന കർത്താവിനെ ചെയ്യുന്നു. ഏതെങ്കിലും ഭൗതിക ആവശ്യമരികാലത്തിന് വേണ്ടി മാത്രം കർത്താവിനെ പിൻപറ്റാം. ഏതെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി കർത്താവിൽ നിന്ന് കാര്യം സാധിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നെങ്കിൽ എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല. ഈ യാത്രയിൽ അവനെ അനുഗമിക്കുന്ന, ജീവിതം അവന്റെ കരങ്ങളിൽ ആയിത്തീരുന്ന
ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. വീഞ്ഞു തീരും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതെല്ലാം തീരും. പക്ഷെ തീരാത്തതാണ് വിശ്വാസം. കർത്താവിന് സ്തോത്രം. വിശ്വാസവും സ്നേഹവും പ്രത്യാശയും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് വിലപ്പെട്ടതാണ്. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഇന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ രോഗക്കടക്കയിൽ, നിവേദനിക്കുന്ന ഭാരപ്പെടുന്ന മേഖലകളിൽ, തകർന്നു കിടക്കുന്ന മണ്ഡലങ്ങളിൽ, വിഷമിക്കുന്ന വിഷയങ്ങളിൽ, കയ്പനുഭവിക്കുന്ന വിഷയങ്ങളിൽ, നീറുന്ന സംഭവങ്ങളിൽ നാളുകളായി നീറുന്ന, ഭാരപ്പെടുന്ന, വിഷമിക്കുന്ന, വേദനിപ്പിക്കുന്ന വിഷയങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ അനുഭവങ്ങളെയും അതിന്റെ ചുറ്റുപാടുകളെയും മാറ്റിയെഴുന്ന ദൈവിക പ്രവൃത്തി, ഒരു വലിയ അടയാളം, ഒരു അനുഭവം, ഒരു അതിശയം എന്റെ കൺമുമ്പിൽ കാണുവാൻ പോകുന്നതിനാൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാതെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് എല്ലാവരും ശബ്ദം ഉയർത്തിയ സമയം ആരാധിച്ച് ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിച്ചാണ്. ഇപ്പോൾ തന്നെ ചില ദൈവിക വിടുതലുകൾ, ആശ്വാസങ്ങൾ, അവൻ ദൈവം തൊടുന്ന അനുഭവങ്ങൾ, ഉടമലകളുടെ ദുനിയ ബുദ്ധിമായിക്ക് വേണ്ടി വന്നവൻ, യായോസിന്റെ വീട്ടിൽ വന്നു കയറിയവൻ, വഴിയിൽ വെച്ച് രക്തസ്രാവസ്ത്രീയെ അവയെ സൗഖ്യമാക്കിയവൻ, ചൂടാമാന കിടക്കുന്ന ആര് കിടക്കുന്ന ചൂടാമാനതിനാര് കിടക്കുന്നതിന് കിടക. നീറുന്ന അനുഭവങ്ങളുടെ നടുവിൽ, വേദനിക്കുന്ന സംഭവങ്ങളുടെ നടുവിൽ തലമുറയെ നോക്കുമ്പോൾ, അവരുടെ ജീവിതാനുഭവങ്ങളെ നോക്കുമ്പോൾ, അവയെ ജോലി സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, ജീവിത പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ, വിശ്വാസ ജീവിതത്തിന്റെ ആ ഇരുണ്ട മേഖലയിലേക്ക് നോക്കുമ്പോൾ, അന്ധകാരത്തിന്റെ നെല്ലുകൾ ജീവിതത്തിന്മേൽ വെല്ലുവിളിക്കുമ്പോൾ, ഇന്നവർ ദൈവത്തിന്റെ ആത്മ പറയുന്നു, അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണ്. നിന്റെ തെരുവിൽ അവൻ ഇറങ്ങി വരും, നിന്റെ മുറിയിൽ അവൻ ഇറങ്ങി വരും, നിന്റെ ജോലി സ്ഥലത്ത് അവൻ ഇറങ്ങി വരും, നിന്റെ ബിസിനസ് മണ്ഡലങ്ങളിൽ അവൻ ഇറങ്ങി വരും, നീ തകർന്നു കിടക്കുന്ന മണ്ഡലങ്ങളിൽ അവൻ ഇറങ്ങി വരും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ ഇറങ്ങി വരുന്നവനാണ്. ഉടനമല കിടക്കുന്നതിനാ അവിടെ ചില സംഭവിക്കാൻ പോവുക. നീ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നീ മിണ്ടി തുടങ്ങുക, നീ കരയാതിരിക്കുക നീ കരഞ്ഞു തുടങ്ങുക, നീ ഇറങ്ങാതിരിക്കുക നീ ഇറങ്ങി തുടങ്ങുക, നീ ഇറങ്ങേണ്ടവരെ എറിഞ്ഞു കളയുക, വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്താക്കുക. നിന്റെ വീട്ടിൽ നിന്ന് പുറത്താകേണ്ടതെല്ലാം വീട്ടിൽ നിന്ന് പുറത്താകട്ടെ, മനസ്സിൽ നിന്ന് പുറത്താകേണ്ടതെല്ലാം മനസ്സിൽ നിന്ന് പുറത്താകട്ടെ. അവയെ പൊതച്ചിരിക്കുന്ന പുറപ്പ്, അവയെ യോഗ്യമല്ലാത്തത്, ശരിയല്ല. യേശുവിന്റെ പിന്നാലെ പോകാൻ ഈ കീറിയ പതിപ്പ് ആവശ്യമില്ല, ഈ നാടിയ പതിപ്പ് ആവശ്യമില്ല. വലിച്ചെറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ചൂടവല്ലതിന് കിടക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആണിപ്പെടുത്തേറ്റ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. രോഗികളായി ഭാരത്തോടെ വിവിധയിടങ്ങളിൽ നിന്ന് ഞെരങ്ങിക്കൊണ്ടിരിക്കുന്ന, ആമേൻ, ആശ്വാസം നിരസിക്കപ്പെട്ട് വേദന അനുഭവിക്കുന്ന നിന്റെ മക്കളുടെ മേൽ അവൻ വേഗത്തിൽ പായുന്നതിന്റെ വചനം വഹിച്ച് നിന്റെ ആണിപ്പുടലുകളാൽ സൗഖ്യം കൽപ്പിക്കപ്പെടുവാൻ ഉടവല കിടക്കുന്നില്ല. കഥാവെ, നീ തൊട്ടാൽ സൗഖ്യമാണ്, നിന്നെ തൊട്ടാൽ സൗഖ്യമാണ്. ജീവവല്ലതിന് കിടക്കുന്നില്ല. അവയെ തൊട്ട് രക്ഷപ്പെടേണ്ടതിനായി ഒന്ന് തൊടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൂടവല്ലതിന് കിടക്കുന്നില്ല. അടകരാതി കിടക്കുന്നതിനെ വല്ലതിന് കിടക്കച്ചിനാതി കിടക്കുന്നയാ. കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു.